സംസ്ഥാന ലീഗ് തർക്കം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാവുകയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തുന്നു ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം. ഇടതുപക്ഷത്തിന്റെ തിട്ടൂരം വാങ്ങി മുസ്ലിം സമുദായത്തിന്റെ ഐക്യം നശിപ്പിക്കാൻ ഇറങ്ങിയാൽ നോക്കി നിൽക്കില്ല എന്നാണ് ഷാഫി ചാലിയം റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഉമർ ഫൈസി മുക്കത്തെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണം, നടപടിയെടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗിലെയും സമസ്തയിലെയും പ്രവർത്തകർ ഏത് രീതിയിലാണ് പെരുമാറുകയെന്ന് പറയാൻ കഴിയില്ല എന്നും ഷാഫി ചാലിയം വ്യക്തമാക്കി. പാണക്കാട് കുടുംബം മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വമാണ്. അവരെ പരിഹസിക്കുക, പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു സമസ്തയുടെ 100ാം സമ്മേളനം നടക്കുകയാണ്, ആഴ്ചകളുള്ളൂ. ഈ ഘട്ടത്തിലാണ് ഇയാൾ ഇത്തരം വർത്തമാനം പറഞ്ഞത്. സമസ്തയുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ ബാഫീത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും പൈതൃകം തന്നെയാണ്. അതല്ല എന്ന് പറയുന്ന ആൾക്ക് സമസ്ത മുഷാവറയിൽ ഇരിക്കാനുള്ള അർഹതയില്ല. അയാളെ പിടിച്ച് തൂക്കി പുറത്തിടണം. ഇയാൾ ഇടതുപക്ഷത്തിൻ്റെ കീ കൊടുത്ത് അവിടെ നിന്ന് എന്താണ് അവരുടെ തിട്ടൂരം വാങ്ങി ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ആളാണ് ഇയാൾ. പാണക്കാട് കുടുംബത്തിനെതിരെ തോന്നിയാസം പച്ചക്ക് ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് പ്രവർത്തകന്മാരുണ്ട്, സമസ്തയിലെ തന്നെ പ്രവർത്തകന്മാരുണ്ട്. അവരേത് രീതിയിലാണ് പെരുമാറാമെന്ന് പറയാൻ പറ്റില്ല. ക്ഷമിക്കുന്നതിന് വളരെ അതിന് വളരെ പരിധിയുണ്ട്. അത് സമസ്തയിലെ ഉസ്താദുമാർ മനസ്സിലാക്കണം. അതേസമയം പാണക്കാട് തങ്ങൾ കുടുംബത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കം വിശദീകരിക്കുന്നത്. സമസ്തയുടെ ശാസനയ്ക്ക് പിന്നാലെയാണ് പ്രതികരണം വരുന്നത്. ബാഫക്കി തങ്ങൾ മഹാനായ വ്യക്തിയാണെന്നും ആ കുടുംബത്തെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തതെന്നുമാണ് ഉമർ ഫൈസി വിശദീകരിക്കുന്നത്. തന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും ഉമർ ഫൈസി പറയുന്നു. എൻ്റെ പ്രസംഗം വളരെ വ്യക്തമാണ്. ഞാനൊരു തങ്ങളെയും ആക്ഷേപിച്ചിട്ടില്ല. ബാഫക്കി തങ്ങൾ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മനുഷ്യനാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞ അള്ളാഹിൻ്റെ വലിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പൈതൃകം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ നടന്ന നടപടി അത് അനുകരിച്ച് പോകണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഞാൻ അവരെ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. എല്ലാവരും മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആ വീഡിയോ തുറന്നു നോക്കി നിങ്ങൾക്കും അറിയാം. സോണൽ കൃഷ്ണയും എ കെ അഭിലാഷുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സോണൽ, 100 വർഷം സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിനിടയിലാണ് തർക്കം വീണ്ടും മൂഷിക്കുന്നത്. ഷാഫി ചാലിയം കൃത്യമായി തന്നെ ലീഗ് നിലപാട് തുറന്നു പറയുകയാണ്. തീർച്ചയായിട്ടും കടുത്ത ഭാഷയിൽ തന്നെയാണ് ലീഗ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ജബ്ബാർ ഹാജി പറഞ്ഞതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഷാഫി ചാലിയവും തങ്ങളുടെ നിലപാട് ശക്തമായി പറയുന്ന സാഹചര്യമുള്ളത്. ഇടതുപക്ഷ വിപക്ഷത്തിന്റെ തിട്ടൂരം വാങ്ങി പാണക്കാട് കുടുംബത്തെ ആക്ഷേപിക്കാൻ നിന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ള ഭാഷയിൽ തന്നെയാണ് കൃത്യമായി ഷാഫി ചാലിയം പ്രതികരിച്ചിട്ടുള്ളത്. അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ കടുത്ത ഭാഷയിൽ ലീഗ് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് മറ്റൊരു തലത്തിലേക്ക് കടന്നതോട് കൂടിയിട്ടാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ തന്നെ കൃത്യമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സമസ്തയുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇടപെട്ട ഉമർ ഫൈസി മുക്കത്തിനെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ലീഗ് നേതാക്കന്മാരും സംസ്ഥയിലെ തന്നെ പ്രവർത്തകരും ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് വ്യക്തമല്ല എന്നുള്ള കാര്യം കൂടി ഒരു വാണിംഗ് പോലെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സംസ്ഥയുടെ 100ാം സമ്മേളനത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കയ്യാങ്കളിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ശാശ്വതമായി അവസാനിക്കില്ല എന്ന് തന്നെയാണ് ലീഗ് നേതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത്. വിനിത, ശരി. എ കെ അഭിലാഷ്, പക്ഷേ ഉമർ ഫൈസി മുക്കം അതിൽ വിശദീകരണവുമായി എത്തുന്നു. താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വളച്ചൊടിച്ചതാണ് തന്റെ പ്രസംഗം എന്നാണ് ഇപ്പോൾ ഉമർ ഫൈസി പറയുന്നത്. തീർച്ചയായിട്ടും 100ാം വാർഷികം ആഘോഷിക്കാൻ ഇരിക്കുകയാണ് ഇത്തരത്തിലെ വലിയ തരത്തിലെ വിഭാഗീയത വളർത്തുന്ന തരത്തിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. ഇതിനെതിരെ സമസ്തയിലെ ഇരു വിഭാഗങ്ങൾക്കിടയിലും വലിയ തരത്തിലെ അമർഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്തെ നടത്തിയിരിക്കുന്ന ഈ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് പൈതൃകവുമായി ബന്ധപ്പെട്ട ആ പരാമർശത്തിനെതിരെ ശക്തമായ നടപടിയിലേക്കാണ് ഇപ്പോൾ സമസ്ത കടക്കുന്നതെന്നാണ്. കാരണം ഇത്രയും മുതിർന്ന ഒരു നേതാവിനെ ശാസിക്കാനുള്ള ഒരു തീരുമാനമാണ് അവർ എടുത്തിരിക്കുകയും ചെയ്തത്. ഏതായാലും ഈ ശാസനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തനിക്ക് ലഭ്യമായിട്ടില്ല എന്ന് ഉമർ ഫൈസി മുക്കം പറയുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രസംഗ ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് തനിക്കെതിരെ ഉപയോഗിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. താൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പാണക്കാട് കുടുംബത്തെ നല്ല രീതിയിൽ തന്നെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ആ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് തനിക്കെതിരെ ഇപ്പോൾ ഈ നീക്കം നടക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഏതായാലും സമസ്തയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഉമർ ഫൈസി മുക്കം പാണക്കാട് കുടുംബത്തെ നടത്തിയ പൈതൃകവുമായി ബന്ധപ്പെട്ട ആ പരാമർശത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം ഉയർന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പ്രതിഷേധങ്ങൾക്ക് അനുസൃതമായി തന്നെ സമസ്തയുടെ ഇടപെടൽ കൂടി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ശരി, വ്യക്തമാണ്. എ കെ അഭിലാഷും സോണൽ കൃഷ്ണയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.